ഗർഭം എന്ന് കേട്ടപ്പോഴേ ഗർഭത്തിന് ഉത്തരവാദി ആരെന്നറിയാതെ പേറ്റിച്ച് അന്വേഷിച്ചു പോയ സതീശനും കൂട്ടരും ഓർത്തോ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്ന യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളൊന്നും മാറി ചിന്തിച്ചാൽ എല്ലാ കോൺഗ്രസ്സുകാരും സ്ഥാനാർത്ഥികളും തോൽക്കുന്ന കാര്യം ഉറപ്പാണ്. പിന്നെയും 3-5 വർഷം അടുത്ത 5 വർഷവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കണം. സതീശൻ്റെ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനം കേരളത്തിലെ സ്ത്രീകളടക്കം വളരെ വിമർശനം ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും അന്വേഷിക്കട്ടെ. കാളെ പെട്ടെന്ന് കേട്ടവരെ കയറെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സതീശന്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന കോൺഗ്രസ് നേതൃത്വമാണ്. ഇവിടെയാണ് സുധാകരൻ പ്രസിഡൻ്റായിരിക്കുന്ന ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത്. സുധാകരൻ KPCC പ്രസിഡൻ്റെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പെൺവാണിഭത്തെ ഒരിക്കലും ന്യായീകരിക്കില്ല, പീഡനം ന്യായീകരിക്കും. പക്ഷേ സത്യം വരുന്നതിന് മുമ്പേ രാഹുലിനെ ഇത്ര ധൃതിപ്പെട്ട് പുറത്തേക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അവരും ഇതേ സ്ത്രീപീഡന കേസിൽ പെടുകില്ലെന്താ ഉറപ്പ് സതീശ? അവരും തോൽക്കില്ലേ?